പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടന്റുള്ള സിറ്റി എന്നുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ കണക്ടിവിറ്റി ഇല്ല. ആ കണക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു എയർപോർട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് എവിടെ വേണമെന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കട്ടെ. എവിടെ തീരുമാനിച്ചാലും എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ ഇത്തരം ഒരു വികസന പദ്ധതി വന്നാലും ആ പദ്ധതിയിലൂടെ വളരെ ശക്തമായി മുന്നോട്ട് നീക്കും. ഞാനത് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രപ്പോസലുണ്ട്. എരുമേലിയിലുള്ള പ്രപ്പോസൽ ഞങ്ങൾ 5 വർഷക്കാലം അതിൻ്റെ പുറകെ നടന്നു. അതിനുവേണ്ടി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് പൂട്ടിക്കൊട്ടി അതൊന്നുമില്ലാത്ത തരത്തിൽ അവസാനിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ഒന്നും ചെയ്തില്ല. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ഞങ്ങൾ ഞാൻ തന്നെ 5 or 6 തവണ കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നതിന് വേണ്ടി. ഇപ്പം കൊടുമണ്ണി എന്നുള്ള പ്രപ്പോസലുണ്ട്, കുമ്പഴ എന്നുള്ള പ്രപ്പോസലുണ്ട്, പത്തനംതിട്ടയിൽ എയർപോർട്ട് വേണമെന്ന് ആഗ്രഹക്കാരുണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തി ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. എന്തായാലും എയർപോർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എയർപോർട്ടിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കും. അല്ല, അത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഗവൺമെൻറ് വന്നിട്ട് പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. അല്ല, അതെനിക്കറിയില്ല. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടതല്ലാതെ എനിക്കറിയില്ല. പ്രളയ സമയത്ത് ആറന്മുള പുഞ്ചി അവിടെ ഉള്ളതുകൊണ്ടാണ് വലിയ നാശത്തിലേക്ക് പോകാതിരുന്നത് ഒരു വിലയിരുത്തൽ പൊതുവെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാരിസ്ഥിതികാഘാത പഠനം നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. ആറന്മുളയിൽ ഒരു പാരിസ്ഥിതികാഘാത പ്രശ്നം ഉണ്ടാകില്ല അവിടെ വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ. അല്ലല്ല, ആറന്മുള ഇപ്പം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ മൂർക്കം പാമ്പ്, കീരി, തവള ഇതെല്ലാം ഉണ്ട്. പരിസ്ഥിതി നന്നായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അത് സ്ഥലം എം എൽ എ പറഞ്ഞത് ഒരു പാരിസ്ഥിതിക പഠനമെല്ലാം നടത്തി ജനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൃത്യമായ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി വരികയാണെങ്കിൽ അത് താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഈ പദ്ധതിയല്ല, ഈ ജില്ലയിൽ എവിടെ ഇതുപോലൊരു പദ്ധതിയായിട്ട് വന്നാലും ഈ പദ്ധതി മാത്രമല്ല, ഈ ജില്ലയിൽ എവിടെ ഒരു എയർപോർട്ടിന്റെ പ്രപ്പോസൽ വന്നോ അതിന്റെ മുൻനിര കാണും. അത് ഈ ജില്ലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ഇവിടുത്തെ പുതിയ തലമുറയെ ഈ നാട്ടിൽ നിർത്താൻ വേണ്ടിയാണ്. ഇപ്പം BBC-യുടെ റിപ്പോർട്ട് വന്നു, നിങ്ങൾ കണ്ടു, 66,800 വീട് കൂട്ടി താക്കോലിട്ട് ആളുകൾ താമസിക്കാൻ ആളില്ലാതെ പോവുക. ഇപ്പോൾ ഒരു പഠനം നടത്തിയാൽ അത് 1,00,000-ന് മുകളിൽ കാണും. കാരണം ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ അവർക്കൊരു തൊഴിൽ വേണം. ആ തൊഴിലിനുള്ളൊരു സാഹചര്യങ്ങളും ഈ ജില്ലയിൽ ഇല്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മുരട്ടിനായം പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ അത് അനുവദിക്കില്ല. ഈ ജില്ലയിൽ ഉണ്ടാകാൻ കഴിയുന്ന വികസനങ്ങൾ ഏതൊക്കെയായാലും അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. സന്തോഷം, അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ, അത് എരുമേലിയുടെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഗവൺമെൻറ് വന്ന പ്രപ്പോസലാണ്. അതിനുവേണ്ടി മുഴുവൻ സമയവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മന്ത്രിയെ കാണുകയും അതിൻ്റെ പുറകെ നിൽക്കുകയും അതിനുവേണ്ടി ചെയ്തത് ഞാൻ തന്നെയാണ്. കൊടുമണ്ണിലെ പ്രപ്പോസലുണ്ട്, കുമ്പഴ പ്രപ്പോസലുണ്ട്, പത്തനംതിട്ട പ്രപ്പോസലുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണം, നിർബന്ധമാണ് അക്കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകാതെ ഈ ജില്ലയ്ക്ക് ഇനി ഒരു മോചനമില്ല. കാരണം ഇനി ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലുള്ള IT പോലുള്ള അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സ് പാർക്ക് പോലുള്ള അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ്. അപ്പം പത്തനംതിട്ടയിലെ ആളുകൾക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഈ ജില്ലയെ ജീവിക്കാൻ പറ്റിയല്ല എന്ന് വന്നാൽ അതിനോട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. മുൻമന്ത്രി P. പ്രസാദ് പറഞ്ഞത് ഇപ്പം ഇത്തരത്തിലൊരു സർവേ, ഒരു സ്വകാര്യ വ്യക്തി സർക്കാർ ഭൂമിയോ മിച്ചഭൂമിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്തരത്തിൽ സർവേ നടത്തി. സർക്കാർ ഔദ്യോഗികമായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒന്നും പറയുന്നില്ല, മൗനം പാലിക്കുകയാണ്. അത് സർക്കാരും ഇത്തരത്തിൽ ഭൂമാഫിയമായിട്ടുള്ള എന്തെങ്കിലും. P. പ്രസാദിന്റെ സമരങ്ങൾക്കും പ്രാദേശികമായിട്ടുള്ള പരിധി ഉണ്ടല്ലോ. പ്രസാദ് ഈ ആറന്മുള സമരം നടത്തിയപ്പോൾ എന്താ കണ്ണൂർ പോയി സമരം നടത്താഞ്ഞു? കണ്ണൂരായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ. 4 മല ഇടിച്ചു, 1,00,000 മരം മുറിച്ചു, 450 ആളുകളെ റീപ്ലേസ് ചെയ്തു. അവിടെ പരിസ്ഥിതിവാദം പറഞ്ഞാൽ പോകാൻ അവിടെ ചെന്നിരുന്നത് അവിടുത്തെ ആളുകൾക്ക് വിവേകവും ബുദ്ധിയും ഉണ്ടായിരുന്നുകൊണ്ട് രാഷ്ട്രീയമില്ലാതെ അവർ ഒരുമിച്ച് നിന്ന നാട്ടിലൊരു വികസനം വരട്ടെ എന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ വലിയ പാരിസ്ഥിതിവാദിയല്ലേ, അവിടെ ചെന്നെന്താ പാരിസ്ഥിതിവാദം പറഞ്ഞ് പോയ പോലെ വരികയല്ല, അതറിയാം. അതുകൊണ്ട് പാവപ്പെട്ട പത്തനംതിട്ടക്കാരെ വന്ന് പരിസ്ഥിതിവാദമൊന്നും പഠിപ്പിക്കണ്ട.